മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ്: ഒന്ന്, കൈവശമില്ലാത്തതിനെ ജീവിതകാലം മുഴുവൻ തേടിപ്പോകുന്നു. 2, കൈവശമുള്ളതിന്റെ മഹത്വം മനസ്സിലാക്കാതെ പോകുന്നു. നമുക്ക് ജീവിതത്തിൽ എന്തുണ്ട് എന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ ആരുണ്ട് എന്നതാണ് പ്രധാനം. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ അവർ എങ്ങനെ ഉരുകിത്തീരുമെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. ശത്രുവിനെ വിശ്വസിക്കാം, ഉള്ളത് മുഖത്തു നോക്കി പറയും. എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മൾ ഒന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റം പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. വിശപ്പ് മാറിയതിന് ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ വാക്കുകളിൽ നിന്നല്ല. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. വിശദീകരണങ്ങൾ നൽകുവാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾക്ക് അവർക്കിഷ്ടപ്പെടുന്നത് മാത്രം കേൾക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മഴയിൽ എല്ലാ പക്ഷികളും കൂടുകളിൽ അഭയം കണ്ടെത്തുന്നു. പക്ഷേ പരുന്തുകൾ മഴയെ ഒഴിവാക്കുന്നത് മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നാണ്. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. പ്രവർത്തിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി. അതുകൊണ്ടായിരിക്കാം ചുരുക്കം ചിലർ മാത്രം അതിന് തയ്യാറാകുന്നത്. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിയെയും നിങ്ങളുടെ യജമാനനാകും. അവനാൽ ശല്യപ്പെടുത്താൻ നിങ്ങളെ അനുവദിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയൂ. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ സത്യസന്ധരായിരിക്കും. ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. എപ്പോഴും സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക. എല്ലാം അറിയാമെന്ന ഭാവം അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.